അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ഡേ മൈ ലൈഫ് കണ്ടിട്ട്. കാര്യം ഞാനിപ്പോൾ കുറേ നാളായി എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലാട്ടോ, വേറെ ഒന്നുമില്ല. ഇന്ന് അച്ചാച്ചൻ്റെ സഞ്ചയനമായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കതിന് ക്ലിയറായി പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റു. പിന്നെ ഡ്രസ്സും എല്ലാം എടുത്ത് വെച്ച് പല്ലേക്കുമ്പോൾ ഒരു 5:50 ഉണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ കുളിച്ച് ഉണ്ണിയാണ് ഡ്രസ്സ് മാറ്റിക്കലും പണികളിലാട്ടോ. അപ്പം അമ്മയും അച്ഛനും കൂടിയിട്ട് അച്ഛന് രാവിലെ നേരത്തെ ഒരു ബലി ഇടണം അവിടെ. അപ്പോൾ ബലി ഇടാൻ വേണ്ടി പോയി. ആ നേരത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ണികളൊക്കെ ഡ്രസ്സ് മാറ്റി റെഡിയാക്കുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റിൻ്റെ എല്ലാത്തരം വാശിയും 3 പിള്ളേർക്കും ഉണ്ടായിരുന്നു കേട്ടോ. കുണിക്കുമ്പോൾ നിൽക്കണ നിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടഞ്ഞിട്ടാണ് നിൽക്കുന്നത്. മുടി കെട്ടണ്ട, അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കുണുക്കൻ സെറ്റിയമ്മ കിടന്ന് ഉറങ്ങി. അവൻ ഡ്രസ്സും മാറി സെറ്റിയമ്മ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ കുണിക്കുമ്പോഴും മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം എനിക്ക് റെഡി ആവും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കതിന് റെഡി ആവുമെന്ന് വെച്ചാൽ ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആദ്യം പൊട്ടൊന്നും കുത്തിയിരുന്നില്ല. പിന്നെ വല്യമ്മമാരും എല്ലാവരും പറഞ്ഞു പൊട്ടും കുങ്കുമവും ഭർത്താവിനുള്ളതാണ്, അത് കുത്താതിരിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ പൊട്ട് കുത്താൻ തുടങ്ങി. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും മോയ്സ്ചറൈസർ സൺക്രീം എന്തെങ്കിലും ഫേസിൽ തേക്കും. പിന്നെ പൊട്ടും കുങ്കുമവും ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാറില്ല. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ റെഡി ആവാൻ ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ ആദ്യം നമ്മൾ കുണിക്കുമ്പോഴുള്ള മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി അവൾക്കും ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രീം യൂസ് ചെയ്യുന്നത്. ഈ ടൈമിൽ നമുക്ക് പലയുള്ളപ്പോൾ വെളിച്ചെണ്ണയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഞങ്ങൾ വീട്ടിലെല്ലാവരും വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വെളിച്ചെണ്ണ തേക്കാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. നമ്മളെന്നും വെളിച്ചെണ്ണ തേച്ച് കുളിച്ചിട്ട് നമുക്കതില്ലാതെ ആകുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണോ പോലെ ഫീൽ ചെയ്യും. അതേപോലെ നമ്മൾ മുടിയിലും എണ്ണയൊന്നും തേക്കില്ല കേട്ടോ. ഇനി പെലപ്പോക്കിൻ്റെ അന്നാണ് മുടിയിലാണേലും മേത്താണേലും ഒക്കെ എണ്ണ തേക്കുള്ളൂ. അതുവരെയ്ക്കും നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യില്ല. വെറുതെ തലയിൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഷാമ്പുട്ട് കഴുകും, അത്രയ്ക്ക് മാത്രം. അപ്പം ഇന്ന് ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് നല്ല ശ്വാസം മുട്ടും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ വെള്ളം ഒഴിച്ച് കുറേ നേരം തലയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യായി കൂടുമെന്ന് അറിയാം. അപ്പോഴേക്ക് ഏട്ടൻ കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവൻ പറഞ്ഞാൽ വേഗം പോയിട്ട് ഡീസൽ അടിച്ചിട്ട് വരാം, വണ്ടിയിൽ ഡീസൽ കുറവാണ്. അപ്പം ഇനി അച്ഛനെയും കൊണ്ട് ഇതെല്ലാം ഒഴുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഇടയിൽ വണ്ടി നിർത്തുക കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. കാരണം ബാക്കിയുള്ളവരൊക്കെ ട്രാവലറിൽ പോകണം. അപ്പം അതിൽ സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ കാറിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്തെ ഇനി വണ്ടി അവിടെ നിർത്തണ്ട എന്ന് വെച്ചിട്ട് ഏട്ടൻ ആദ്യം തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി വേഗം കുളിച്ച് റെഡിയായിട്ട് പോയി. അപ്പോഴേക്കും ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി റെഡി ആവുന്നുണ്ട്. എന്നിട്ട് വേണം കാത്തുമ്മനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാത്തുമ്മനെ ഇപ്പോൾ വിളിച്ചിട്ടില്ല. കാരണം കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ. അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കറമ്മൻ ചെയ്യുന്ന ആൾ എത്തിക്കഴിഞ്ഞ് എന്നെ വിളിച്ചു, അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. നമുക്കാകെ ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. തറവാൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ വിടുക. ആകെ ചെറിയൊരു പറമ്പ്, അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ആ ടൈം നമുക്ക് എത്തിക്കോളാം. ഇത്ര നേരത്തെ വിളിച്ചിട്ട് അവളെ കൊണ്ടാടി നിർത്തണ്ടല്ലോ. അതേപോലെ നല്ല കൊതുകാണ്. ഒരു 6:30-7 മണി ടൈമൊക്കെ എന്ന് വെച്ചാൽ നല്ല കൊതുകുള്ള ടൈമാണ്. അപ്പോൾ ഉണ്ണിനെ കൊതുകടി കൊണ്ട് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ മുടിയിൽ എണ്ണയൊക്കെ തന്നെ നല്ല മാതിരി ചിക്ക് വരുന്നുണ്ട്. മുടി പൊട്ടി പോകുന്നുണ്ട്, കൊഴിഞ്ഞ് പോകുന്നുണ്ട്. സാധാരണ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. എനിക്ക് പെട്ടെന്നൊരു മുടി കൊഴിച്ചിൽ തോന്നിയാലും ഞാനൊന്ന് എണ്ണ വെച്ച് കുളിച്ചാൽ അത് സെറ്റായിട്ട് പിന്നെ എനിക്ക് അങ്ങനെ മുടി കൊഴിച്ചിലോ കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പോൾ എനിക്ക് എണ്ണയും തേക്കാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ വേഗം ഞാൻ കാത്തോനെ മേലൊക്കെ നനച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ ആൾ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഡീസൽ അടിച്ചിട്ട് വരാം. കാരണം കുറവാണ്. എന്തോ ഓഫാണ് അവിടെ. എനിക്ക് ആ നേരത്ത് പോയി ഇതാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമില്ല. ബാഗ് ഉണ്ടാവും. വണ്ടിയുടെ ഉള്ളൊക്കെ ആകെ അലമ്പാണ്. കാരണം സർവീസിൽ കൊടുക്കണം. പച്ച ബാഗ് കാണാനില്ലല്ലോ, നോട്ടേട്ടാ. പിന്നെ കുറേ നേരം അവിടെ കർമ്മത്തിൻ്റെ അവിടെ ഞാനുണ്ടായിരുന്നു. പിന്നെ കാത്തുമ്പോൾ ഭയങ്കര വാശ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവളെയും കൊണ്ട് ഞാൻ വണ്ടിയിലേക്ക് വന്നു കൊടുത്താ. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായി മാറും. കാരണം അത്രയും വാശ് ചെയ്ത് തുടങ്ങി. കൊതുക് അടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഏട്ടനും വയ്യാത്തോട്ടെ ഏട്ടനും വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് അച്ഛനമ്മയൊക്കെ വരുന്നുണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു വിട്ടാ. അപ്പൊ പൊന്നുവിന് തീരെ വയ്യാട്ടോ, എനിക്കും തീരെ വയ്യ. ഞാൻ ഇന്ന് നല്ലൊരു ഛർദിച്ചു പറഞ്ഞ രാവിലെ. ഞാൻ അവിടെ നിന്ന് പോകുന്നില്ലേ, താക്കോല് വാങ്ങിയിട്ട് വന്നു ഗേറ്റിന്റെ അവിടെ. വേറൊന്നുമില്ല, കഫം. എനിക്ക് അത്രയും ബുദ്ധിമുട്ടായി. ഞാൻ ചുമച്ച് വയ്യാതെ അപ്പൊ ആ കഫൊക്കെ ഭയങ്കര സന്തോഷമായി. സംസാരിച്ചാലെന്നെ
കുറച്ചേരത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. നല്ല ബുദ്ധിമുട്ടായില്ലേ? നമുക്ക് സാധാരണ വയ്യാതെ 2 ദിവസം തല കുളിക്കില്ലപ്പോൾ കുറഞ്ഞു വരും. ഇത് പക്ഷെ പലയുണ്ട് എന്നും കാലത്ത് ഒന്നില് 6 മണി, ഇന്ന് 5:45 ആ ടൈമിൽ തല കുളിക്കുമ്പോൾ ജലദോഷം കൂടി വരിക കേട്ടാ, തീരെ വയ്യ. അപ്പോൾ ഇന്ന് അസ്ഥി ഒഴിക്കലാണ്. അപ്പോൾ ഇതേതാ പഞ്ചവടി ബീച്ചിലാണ്. അപ്പോൾ കാത്തുമ്മ ഉറക്കായിക്കാരം ഞാൻ ഇറങ്ങിയില്ല, ബാക്കി എല്ലാവരും കൊണ്ട് പോയിട്ടുണ്ട്. കാത്തുമ്മ നേരത്തെ എഴുന്നേറ്റ് തന്നെ ഭയങ്കര പൂജയുടെ ടൈമിൽ തന്നെ കരഞ്ഞിട്ടും വാശി പിടിച്ചിട്ടും രക്ഷയില്ല. എന്നെ 1 മിനിറ്റ് അവിടെ നിർത്തിയില്ല, അങ്ങോട്ട് ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം പേരുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം ആൾക്കാരുണ്ട് പഞ്ചവടിയില്. ഇത് അസ്റ്റൊഴുക്കില് മാത്രാവില്ലല്ലോ. ഇവിടെ അസ്ഥിയൊഴുക്കില്ല, അവിടെയാണ് ബലിയിട്ടില്. ഇവിടെ അസ്റ്റൊഴുക്ക് മാത്രമാണ് ആൾക്കാർ വരിക. കടലിൽ അസ്ഥിയൊഴുക്ക് ഇപ്പൊ പല സ്ഥലങ്ങളും അത് പറ്റില്ല അത്ര. ഒഴുക്ക ഫുള്ളും ജസ്റ്റ് ആ കുടത്തെ മാത്രം കളയാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും കളയാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് അവിടുത്തെ എല്ലാതും ചാക്കിലാക്കി കൊടുത്തിട്ട് കളയാം. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഇവിടേക്ക് തന്നെയാണ് വരുന്നത്. ആൾക്കാർ സമൃദ്ധി ഉണ്ട്, കുറെ വണ്ടികളും ഉണ്ട് കേട്ടാ. പിന്നെ അവിടെ കളിക്കാൻ വന്നവരുടെ വണ്ടികളും കൂടുതലുണ്ട്. പൊന്നോ അവിടെ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ ഒന്ന് ഡോക്ടർ കാണണം. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഡോക്ടർ കാണണം പിന്നെ. കാരണം നിനക്കും എനിക്കും കാണിക്കണം. കാരണം കഫം ഉണ്ട് നന്നായിട്ട്. എനിക്ക് കഫം ഉണ്ട്. അപ്പൊ കഫം പോവാനുള്ള എന്തെങ്കിലും ചെയ്യണം, ഇല്ലാന്നെ പണി പാടും. എല്ലാ വർഷവും വരുന്നുണ്ട്, എല്ലാ വർഷം ഈ ഒരു ടൈം ആകുമ്പോ ശ്വാസം മുട്ട് വരും. അന്നൊക്കെ മരുന്ന് കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുത്താൽ മാറിക്കും. ഇപ്പൊ റെസ്റ്റ് എടുക്കാനും പറ്റില്ല. പിന്നെ രാവിലെ നമ്മള് ഇതേപോലെ നേരത്തെ തറവാട്ടിക്ക് വരും, തിരിച്ചു പോകുന്നത് രാത്രി 11:30-12 മണി. അപ്പോഴും മഞ്ഞ് ഇറങ്ങുന്ന ടൈം. അപ്പം മഞ്ഞത്താണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൂടുതലും കാർ എടുക്കാറില്ല, ബൈക്കും പിന്നെയാണ് പോയി വരാൻ എളുപ്പത്തിന്. നല്ല മോരും വെള്ളം വെക്കണ്ട് വേണം കിട്ടിയ നല്ലതായിരുന്നു. പുറത്തിറക്കട്ടെ ഇറക്കണുള്ളൂ. ഈ 2 ടൈമും ഇങ്ങനെ ആവുമ്പോ വയ്യാതെ നല്ല ബുദ്ധിമുട്ടായി. കാത്തൂന് അതിനെക്കാട്ടി വാശിയാണ് ഒന്നാമത്തെ. കാത്തൂനാളെ ഉറക്കം റെഡി ആയില്ലെങ്കിൽ ഭയങ്കര വാശി. പ്രാന്താവും ഉറക്കം ശരിയായില്ല. അടുത്ത ചടങ്ങുകൾ വരുമ്പോ ഏട്ടൻ കാത്തുമ്മനും പിടിച്ച് ഉറങ്ങിയാൽ മതി. ഞാനിന്നിപ്പോ അച്ഛൻ കാറിലാ വന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഏട്ടൻ എഴുന്നേക്കണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ വരെ 2 എഴുന്നേപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ 2 വീട്ടിൽ കിടത്തി ഉറക്കമുള്ളൂ. അല്ലെ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല, കാത്തുമ്മ കരയ്യ, അത് വേണം. അല്ല അത് ഇന്ന് ഞാൻ വരണ ഇല്ലാന്നുണ്ടെ ശരിക്കും എന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാന് വണ്ടി അവിടെ കിടന്നാ മതിയായിരുന്നു. പിന്നെ അവളിപ്പോ അങ്ങനെ അലമ്പൊന്നുമില്ല, എന്റെ അടുത്ത് ഹാൻഡിലാണ് ആള്. അവളുടെ കാര്യങ്ങൾ നോക്കിയുണ്ട്. അവളുടെ കറക്റ്റ് ടൈമിൽ ഫുഡ്, അവളെ ഉറക്കം, അതൊക്കെ അവൾ ഓക്കെ ആണെങ്കിൽ അവള് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരലമ്പില്ലാതെ അവള് സിമ്പിളായിട്ട് ജസ്റ്റ് അതിനൊരു ഉപദ്രവിക്കുന്ന ശീലം കുറവാ. പിന്നെ കുണിക്കീനും വീട്ടിലുള്ള ആൾക്കാരെ പിന്നെയും വില കുറിച്ച് തരികയുള്ളൂ. ബാക്കിയുള്ളവനൊന്നും അങ്ങനെ വലിയ കുറുമ്പൊന്നുമില്ല. അവളെ കാര്യം നടന്നില്ലേ ഉള്ള ശല്യം നമുക്ക് തന്നെയാണ്. അവളിങ്ങനെ നമ്മളോട് തന്നെയാണ് വാശി പിടിച്ച് ചിണുങ്ങി ഇരിക്കുക. വലിയൊരു ചിണുക്കൽ ഇവരേലൊക്കെ ഇത്രയാണല്ലോ, ഒരു കുടം മാത്രമാണല്ലോ. ഇവിടും കുടത്തിൽ തന്നെയാണ്. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന എന്താ? ബാക്കി ഈ വലിയ ചാക്കില് 2 മെയിൻ അസ്ഥിയൊക്കെ ഇങ്ങനെ കുടത്തില്ലേ, അതെനിക്ക് മനസ്സിലായി. ബാക്കി ചാക്കില് വരലും ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒഴുക്കാൻ പറ്റുന്ന അറിയാത്ത അവര് വേറെ എടുത്ത് ഒഴുക്കുന്നതാണോന്ന് അറിയാം. 2 പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല. കണ്ട ഒറ്റ മോനായിരിക്കും. ഇപ്പൊ അച്ചാച്ചന് ഇത്ര മക്കളുള്ളോണ്ടാ, മനസ്സിലായാ? ഇത് ഇയാൾക്ക് നല്ല പ്രായം ഉണ്ടല്ലോ. അയാളുടെ അധികം ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയല്ല, എന്നാലും കുടുംബക്കാരൊക്കെ ഉണ്ടാവില്ലേ? ശരി, കുടുംബക്കാരൊന്നും നമ്മളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചന്റെ പാപ്പന്റെ മക്കളൊക്കെ വന്നത് ആർക്ക് തറവാട്ടിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പുറത്തന്നെ അങ്ങനെ അവരെപ്പോഴും തറവാട്ടിലുണ്ടാവും പണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വന്നതാ. അല്ലെങ്കിൽ പിന്നെ ഇത് കുറെ വർഷങ്ങളായിട്ട് വീട്ടിൽ ഇരിക്കുന്നതായിരിക്കാം, അതിപ്പോ ഓർന്ന് ഒഴുക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? വീട്ടിൽ വെക്കാൻ പറ്റും ഇത്? അങ്ങനെ വെക്കലൊക്കെ ഉണ്ട് തോന്നുന്നു. എനിക്ക് ഞാൻ കണ്ടോ കേട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ ഇത്ര അയാൾക്ക് നല്ല പ്രായമുണ്ട്.
ഈ കൊണ്ടുപോണ മനുഷ്യന് എന്റെ കാര്യം അറിയില്ല, വേറെ ആരുടെ കൂടെ വേറെ ആരില്ല കേട്ടോ, 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാരോടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ട്രാവലറിലൊക്കെ എല്ലാരും വന്നു പറയണേ. എത്ര വണ്ടി ഉണ്ട് ഇവിടെ? 1 2 3 ഞങ്ങളെ അമ്മ മരിച്ചപ്പോ അന്ന് ഇതേപോലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ ചേച്ചി അനിയത്തിമാര്, അതേപോലെ അമ്മയുടെ മാമന്റെ വീട്ടുകാര്, അവര് ഇവര് എന്ന് പറഞ്ഞിട്ട്. അത് ഏറ്റവും രസം എന്താ പറയുക, അവിടുന്ന് നമ്മളെടുത്ത് അതാ വണ്ടി പോണു കഴിഞ്ഞിട്ട് പോവല്ലേ 46 ഗുരുവായൂർ സൈഡ്, നമ്മുടെ സൈഡാണല്ലോ. കടലിൽ ഇവിടെ മാത്രം ഒഴുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ ഒരു വേറെ എവിടെ പറഞ്ഞു കൊടുത്ത് ജസ്റ്റ് ആ കുടത്തത്തെ മാത്രമേ ഒഴുക്കാൻ പറ്റുള്ളൂ. ചാക്കിൽ കൊടുത്തിട്ടുള്ള ബാക്കി അടുത്ത ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടില്ല, അതൊന്നും പറ്റില്ല. അവിടുത്തെ എല്ലാം ഇറക്കിയപ്പോ അവിടുന്ന് എല്ലാം കൊണ്ടുവന്നാ ഈ ചാരൊക്കെ അവിടുന്ന് ഫുള്ളും കൊടുന്നിട്ട് അവിടെ ഒന്നുമില്ല, വാഴ വേരി ഫുള്ളും കൊടുന്നിട്ട് മണ്ണിട്ട് സെറ്റാക്കിട്ട് തുളസി വെച്ചു. ഏട്ടൻ കണ്ടില്ല, ഏട്ടൻ വണ്ടിയിലായിരുന്നു വയ്യത്തോണ്ട്. ഞാൻ കണ്ടില്ല ഏട്ടാ. അല്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഇതാ വെക്കാറല്ലോ, എന്താ ഒന്നല്ലേ ഈ വാഴ അല്ലെങ്കിൽ തെങ്ങും തൈ ഇല്ലേ, അതൊക്കെ വെക്കുക. അങ്ങനെ വെക്കണേ അങ്ങനെ വെക്കാം. എന്ത് ഇവിടെ തുളസി വെച്ചിട്ട് എനിക്കറിയില്ല ഏട്ടാ അതിനെ കുറിച്ചിട്ട്. അതൊക്കെ ഉണ്ടല്ലേ, ചില ധാന്യങ്ങൾ ഇടണേ കണ്ടിട്ടുണ്ട്. എന്നോട് ധാന്യങ്ങൾ ഇട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയില്ല. എല്ലാ നവധാന്യങ്ങള് എനിക്കറിയില്ല കേട്ടോ. എന്റെ വെളിച്ചെന്റെ മോൻ അല്ലേ അന്ന് വാഴ വെച്ചിരുന്നു അവിടെ. അല്ല അങ്ങനെ കണ്ടിട്ടുണ്ടേ. അത് വെളിച്ചെന്റെ വീടിന്റെ ബാക്കിൽ തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാഴ വെച്ചിരുന്നു. ഇവിടെ തുളസിപ്പ് വെച്ചിരിക്കുന്നു. അത് ഇനി ഇങ്ങനെ അത് തറയായിട്ട് കിട്ടും അപ്പൊ ഇനി ഇല്ല അവരിതന്നെ വെള്ളം ഒഴിച്ച് ഇതാക്കും. ഇതാ അടുത്ത വന്നു അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് വലിയ ട്രാവലർ, ഇപ്പൊ നമ്മളെ വീട്ടുകാർ വന്ന പോലെ തന്നെ ഇത് കൊറേ ആൾക്കാരുണ്ട്. കണ്ട ആളേലും ഇതുണ്ട്, എന്താ പറയാ നൂല് ഇത് കെട്ടില്ലേ മറ്റേ സൈഡിൽ കൂടെ കെട്ടണത് അതുണ്ട്. പക്ഷെ മറ്റേ അച്ചാച്ചൻ്റെ അതില്ല. ശരിയാ, ഇതിപ്പോ ഇപ്പൊ നമ്മുടെ അച്ചാച്ചൻ മരിച്ച പോലെ കഴിഞ്ഞിട്ട് വരണതാണ് ഇത്. മറ്റേത് അങ്ങനെയല്ല. എന്താ അതിന് കെട്ടണേന് എന്താ പറയൂലോ, എന്താ പറയാ എന്താ പറയും അത് കിട്ടി മനസ്സിലായി. പൂണൂല് പോലെ കെട്ടില്ലേ ആ സാധനം. പക്ഷെ ഇപ്പൊ കാറിൽ വന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല. മുന്നത്തെ എന്തെങ്കിലൊക്കെ ആയിരിക്കാം. യെസ് ശരിയാണ്, അതാണ് സംഭവം. ചിലവർ ഇങ്ങനെ ശ്രദ്ധിക്കാതെ വെച്ചിട്ട് വീണ് വല്ല ദോഷം വരുമ്പോ പിന്നെ നോക്കിക്കുമ്പോ കളയണമെന്ന് പറയുമ്പോ ചെയ്യണവരുണ്ടായിരിക്കാം. ഓക്കെ അത് ശരിയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ ഇവര് മൊത്തം സംശയം ചോദിക്കുന്നത് എന്നോട്, എനിക്കിതെല്ലാം അറിയുന്ന വെച്ചിട്ട് എനിക്ക് എന്റെ ഒരു ABCD പോലും അറിയില്ല. എന്റെ കൂടുതൽ പോലും അറിയാം. അത് വേറെ സത്യം. നമ്മുടെ ഇതില് പൂവൊക്കെ ഇങ്ങനെ ചുറ്റിണ്ടാ. പക്ഷെ ശരിക്കും മഞ്ഞാണ് കൊടത്തുമ്പോ റെഡാണ് ചിറ്റിയ. ഞങ്ങളവിടെ മഞ്ഞ ചിറ്റിക്കണം. ശരിക്കും ഞാൻ എല്ലായിടത്തും റെഡ് തന്നെ കണ്ടിക്കണം. ഇത് ചോപ്പാണല്ലോ, മറ്റാളും ചോപ്പ കുത്തുണ്ട്. കൊടം കവർ ചെയ്യണതില് അത് ചോപ്പ ശരിക്കും ചോപ്പാണ്. പിന്നെ മഞ്ഞോട് പ്രിയുള്ളോണ്ട് ചോപ്പാണ് അത്. ഞാനൊക്കെ കണ്ണൂര് ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ വീടിന്റെ ഞങ്ങളെ തൊട്ട് വീടിന്റെ അടുത്തുള്ള ബിന്ദേച്ചി, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ ബാക്കില് എന്തായിരുന്നു അവരുടെ പേര്, ആ വീട്ടിലത്തെ ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ബാക്കിലാ. അതായത് ഞങ്ങളുടെ വീട് എല്ലാം പറമ്പാണല്ലോ അവിടെ. ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ലേ അമ്പു ചേച്ചിയുടെ വീട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീട് കാണിച്ചു തന്നില്ലേ, അത് അവിടെ ഒക്കെ ബാക്ക് സൈഡ് പറമ്പാ. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ബാക്കില് പറങ്കിമാകില്ലേ, അതിന്റെ ഒരു വിമലേച്ചില്ലേ നമ്മള് പോയേ വിമലേച്ചിയുടെ പറമ്പാ. അത് കഴിഞ്ഞാൽ ആളുടെ പേര് മറന്നു, അവരുടെ സ്ഥല. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് നോക്കി കാണാം ആ ചേട്ടനെ വെച്ചത്. അത്രയും ഇതാണ്. അപ്പൊ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് കൊറേയൊക്കെ കണ്ടതും. ഇപ്പൊ ഉണ്ടായവരില്ലേ എനിക്കൊന്നും അവരെ കവറിലുള്ളത് ആ മരിച്ച ഡ്രസ് അങ്ങനത്തെ ഐറ്റംസും കൊണ്ട് ഞാൻ കണ്ടില്ലടി. കവറുണ്ട് കണ്ടില്ല ഞാൻ. ചിലരങ്ങനെ ചെയ്യും, അവരെ ഐറ്റംസ് മരിച്ച സാധനങ്ങളെല്ലാം കൊടുന്ന് ഒഴിക്കും, ഒന്നും വെക്കില്ല. ഇതിപ്പോ നമ്മുടെ അച്ചാച്ചന ഇതാക്കിയത് മാത്രം കത്തിച്ച ഭാഗത്തുനിന്നുള്ള അതും ഇന്ന് പൂജയൊക്കെ ചെയ്ത സാധനങ്ങളൊക്കെ ചാക്കിലാക്കിട്ട് കൊടുന്ന് ഒഴുക്കും. ഇനി പിന്നെ ഒഴുക്കണേ പിന്നെ ഒഴുക്കാം. ഡ്രസ്സുകള് കാര്യങ്ങള് അങ്ങനെ ഇതൊക്കെ കളയും. അച്ചാച്ചന് ഒന്നും എടുക്കാൻ പറ്റില്ലേ?
ചിലവരുണ്ട് ആൾക്കാർ കൊടുക്കണവരുണ്ട്, നായാടികൾക്കൊക്കെ കൊടുക്കും, അങ്ങനെ കൊടുക്കണവരുണ്ട്. ചിലർക്ക് വീട്ടിൽ വെക്കാൻ പേടിയാകുമ്പോ എല്ലാ സാധനങ്ങളും എനിക്കതൊന്നും കത്തിച്ചളയാൻ പാടില്ല. അങ്ങനെ പേടിക്കണവരൊക്കെ ഉണ്ട്. ചിലര് ഫോട്ടോ വയ്ക്കാൻ സമ്മതിക്കില്ല വീട്ടില് പേടിച്ചിട്ട്. നിങ്ങളുടെ ഇതിൽ അങ്ങനെ ഇതുള്ളൂ, ഞങ്ങളുടെ ഇതിൽ അങ്ങനെ ഇല്ല. ചില വീടുകളിൽ അങ്ങനെ പേടി അങ്ങനെ പേടിച്ച് നിക്കണവർക്ക് ചെയ്യാം. അടുത്ത ആൾക്കാർ വന്നു. അല്ല ഞങ്ങളെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില ഫാമിലിക്ക് പേടി ഉണ്ടാവില്ലേ? ഞങ്ങളെ അമ്മാമ്മയുടെ ഫോട്ടോ എന്നുള്ളത് എല്ലാവർക്കും വെക്കാൻ പേടിയായിരുന്നു. അപ്പൊ ഞങ്ങളെ വീട്ടിലാണ് വെച്ചിരിക്കണത്. ഞങ്ങക്ക് അങ്ങനെ ഇല്ലാത്തോണ്ട് ഞങ്ങളെ വീട്ടിലാണ് വെച്ചിരിക്കണത്. അപ്പൊ അങ്ങനെ നമ്മുടെ അപ്പന്റെ ഫോട്ടോ എനിക്കങ്ങനത്തെ ചെറുപ്പം ഞാന് അമ്മാമ്മ മരിക്കുമ്പോഴേക്ക് തോന്നണു 12 വയസ്സുള്ളൂ. നമ്മളെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് പേടിക്കണേ? എനിക്ക് എന്റെ അപ്പനെ പേടിക്കേണ്ട കാര്യം എന്തല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അപ്പന്റെ അടുത്ത്. നമ്മളെ തെറ്റ് ചെയ്തു തന്നെ വെക്കേ. അല്ല, നമ്മള് തെറ്റ് ചെയ്തു തന്നെ വെക്കേ. നമ്മള് സ്വന്തം അപ്പനല്ലടോ, അല്ലെ സ്വന്തം അച്ഛനും അമ്മേനൊക്കെ പേടിച്ച് ഫോട്ടോ ഒക്കെ എനിക്ക് എന്താ പിന്നെ അച്ഛൻ വന്നപ്പോ ഞാനും കുഞ്ഞിനെ ആളെടുക്കുക. ഞങ്ങളെ നേരെ മുന്നിലേ നമ്മ ഫോട്ടോ ഞങ്ങളെ ധൈര്യം അമ്മാമ്മ ഞങ്ങളെ അടുത്തുണ്ടല്ലോ. ചിലവർക്ക് പേടി ഉണ്ടാവൂടാ, ചിലവര് അത് വെക്കാൻ പഠിച്ചിട്ടോ അല്ലാന്നല്ല. അപ്പൊ ആ വിഷയത്തിൽ നിന്ന് മാറാം നമുക്ക്. ഇനി നമുക്ക് മോരുവെള്ളം കുടിച്ചാലോ? പിന്നെ ആളെ ഫസ്റ്റത്തെ കച്ചവടം നമ്മളാവുന്നു വിചാരിക്കണം. ഇങ്ങോട്ട് കൊണ്ടുവരണോ അങ്ങോട്ട് പോയി കുടിക്കണോ? അതായിരിക്കുമല്ലോ ഒന്നുകൂടി നല്ലത്. അപ്പൊ ഞാൻ ഒന്ന് വണ്ടി അങ്ങോട്ട് കൊണ്ടുവരട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കാത്തുമ്മ ഉറങ്ങണോണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഉണ്ണികളും മാത്രമേ പോയിണ്ടായിരുന്നല്ലോ. അപ്പം അതവിടെ മോരുവെള്ളമല്ലേ, തൈര് സാധനം എന്ന് പറയാൻ വേണ്ടി മോരുവെള്ളത്തിലൊക്കെ ഇടാണ്ടപ്പോൾ ഞങ്ങൾ ഓരോ മോരുവെള്ളം കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു. നേരത്തെ എഴുന്നേറ്റോണ്ട് തന്നെ അപ്പോഴേക്കൊരു 9 മണി കഴിഞ്ഞിട്ടാവില്ലേ, അപ്പോഴേക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മോരുവെള്ളം ഒക്കെ സെറ്റ് ചെയ്ത് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ചേട്ടൻ അതൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. സാമിയായിരുന്നു കേട്ടോ ആള്. അപ്പോൾ അതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ. നല്ല മോരുവെള്ളമായിരുന്നു. അതിനിടക്കാത്തുമ്പോൾ നല്ല ഉറക്കാട്ടാ. അവളെ ശല്യം ചെയ്തില്ല. ഞാൻ വേട്ടനും കൂടിയിട്ട് മോരുവെള്ളം കുടിച്ചു. പിന്നെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിലിട്ട രൂപിക്കൊക്കെ റൂബിക്ക ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മോരുവെള്ളം പിന്നെ കൊടുത്തില്ല, രാവിലെ വെറും വയറ്റിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ശ്വാസം മുട്ടലായിട്ട് ഇറങ്ങി. തീരെ വയ്യ, അമ്മ സമ്മതിച്ചില്ല കെടുക്കാന്ന്. അമ്മയ്ക്ക് വയ്യാതെ അമ്മ കിടപ്പോട്ടെ. ഞാൻ കെടുക്കാന്ന് പറഞ്ഞ അമ്മ പറയും വായു വായു. എനിക്ക് വയ്യ, വേദനാണ് കുട്ടിയുടെ. നടക്ക്, എന്തിവിടെ ഇത്ര പോകാം. അയ്യോ കൊല്ലാൻ വേണ്ടി ആരോട്ട് നിറച്ചും പോകയാണ്, നിറച്ചും പോകയാണല്ലോ. പുറത്തറച്ചും പോകയാട്ട. ഗേറ്റ് ഇറക്കാം. ഇനി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കല കേട്ടാ. ഗേറ്റ് തുറന്ന് പോവാം. സാധാരണ രാവിലെ പോയി വൈകിട്ട് വരാറുള്ളൂ. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് വയ്യാത്തോണ്ട് രാവിലത്തെ ഫുഡ് കഴിച്ചാൽ വരും. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ പോയില്ല, രാത്രി പിന്നെ കഴിക്കാൻ പോയത്. പാപ്പനൊക്കെ വിളിച്ചു, അമ്മയും പാപ്പനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസമൊക്കെ അറ്റൻഡ് ചെയ്തല്ലോ ഫുൾ ടൈം. തീർച്ചയായിട്ടും അവിടെ നിന്ന് കിട്ടിയതാണ് ഈ മഞ്ഞുകൊണ്ടുള്ള ജലദോഷം. രാത്രി 12 മണി വരെ അവിടെ ഇരിക്കാനേ വയ്യാതെ. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ആശുപത്രിക്ക് ചിലപ്പോ പോണ്ടി വരും. എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി. ഇവിടെ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോവാ. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്നും തറവാട്ടിൽ നമ്മൾ ഉച്ചത്തേക്ക് രാവിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാറാണ് പതിവ്. പിന്നെ ഇന്ന് എല്ലാവരും വരില്ലെന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത്. സാമ്പാർ, കാബേജ് ഉപ്പേരി, അവിയൽ, കാളൻ, പുളിയിഞ്ചി, അച്ചാർ, രസം, മോരുവെള്ളം, അങ്ങനെയല്ലേ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു വേഗം തന്നെ. ഇവിടെ മോളെ കൊടുത്തേക്കേടാ പറ്റില്ല. ഞാൻ കരിമ്പ് ജ്യൂസ്
അപ്പൊ ഞങ്ങള് ചോറുണ്ടായതിന്റെ ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഓ ശബ്ദം ഉണ്ടാക്കാതിരിക്കും. പിന്നെ ഞങ്ങള് അപ്പുറത്ത് വലിച്ചന്റെ വീട്ടിൽ പോയി അവിടെ കൊറേ നേരം വർത്താനം പറഞ്ഞിട്ടും പിന്നെ കമ്മിറ്റിയൊക്കെ ഉണ്ട് പെരുന്നാൾ അപ്പൊ അതിന്റെ ചർച്ചയും സമാധാനം തരുമോ? അതല്ലെങ്കിൽ ഇപ്പൊ 4:30 ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ പോണേക്ക് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ വെച്ചു. കുറുമ്പട്ടാ ഞങ്ങള് സ്ഥിരം കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന സ്ഥലത്. നല്ല കരിമ്പ് ജ്യൂസ് ആട്ടെ ഞങ്ങൾക്ക് കിട്ടാറ്. എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മളിവിടെ വീടായ അല്ല അല്ലെ അതിന് മുന്നേ നമ്മള് തുടങ്ങി. പിന്നെ വീടായ ശേഷം ഒരു ടൈമില് വരുമ്പോഴും കുടിക്കും പോകുമ്പോഴും കുടിക്കും. അങ്ങനെ അച്ഛന്റെ ഫോൺ വിളിക്ക, നീ ഓട്ടെങ്കി ഇരിക്കൂ, ഓട്ടെങ്കി ഇരിക്കൂ, ഓട്ടെങ്കി ഇരിക്കൂ, ഓട്ടെങ്കി ഇരിക്കൂ, ഓട്ടെങ്കി ഇരിക്കൂ. നാടിന്റെ നന്മയ്ക്കായി കരിമ്പ് ജ്യൂസ് കുടിച്ച് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നാളെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ.